ബൈബിൾ പറയുന്നതനുസരിച്ച് ഒരിക്കലും സഹായിക്കാൻ പാടില്ലാത്ത 7 തരത്തിലുള്ള ആളുകൾ. ഇത് ദൈവത്തിന്റെ മുന്നറിയിപ്പാണ്. നിങ്ങളെ തളർത്താൻ നോക്കുന്ന ആളുകളെ തന്നെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പിന്നെയും പിന്നെയും സഹായിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ പിന്നെയും പിന്നെയും ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ട് അവരിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ എല്ലാവരെയും സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ജ്ഞാനവും ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെയും പേരിൽ നാം ആരെയൊക്കെ സഹായിക്കാൻ പാടില്ല എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കുക എന്നതിനും അവരെ പ്രാപ്തരാക്കുക എന്നതിനും ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, നാം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കാത്തവർ പലരും നമ്മെ പറ്റിക്കും, പലരും നമ്മെ ഉപയോഗിക്കും. ശരിക്കും പറഞ്ഞാൽ നാം അത് താമസിച്ചാണ് അറിയുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് മടുത്തുപോകും. സദൃശവാക്യങ്ങൾ 4:7 പറയുന്നു, ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്തിലും വിവേകം നേടുക. അതായത് നാം ചെയ്യുന്ന സഹായം എന്തോ ഒരു വികാരം കാരണം ആകരുത്, ദൈവിക ജ്ഞാനം നമ്മെ നയിക്കണമെന്നാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ ഒരിക്കലും സഹായിക്കാൻ പാടില്ലാത്ത 7 തരം ആളുകളെക്കുറിച്ചും ദൈവം എന്ത് മുന്നറിയിപ്പുകളാണ് തന്നിരിക്കുന്നത് എന്നും വിശദമായി നമുക്ക് നോക്കാം. പല ക്രിസ്ത്യാനികളും ഇല്ല എന്ന വാക്കുപയോഗിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ തെറ്റായ ആളുകളെ സഹായിക്കുന്നത് ദൈവത്തിനെതിരെ ചെയ്യുന്ന കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? നമ്മുടെ ജീവിതത്തിൽ കാണുന്ന പല ആളുകളും സഹായമല്ല ആഗ്രഹിക്കുന്നത്, അവർ നമ്മുടെ സമ്പത്താണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. നമ്മുടെ ഉപദേശമോ ജ്ഞാനമോ ഒന്നും അവർക്ക് ആവശ്യമില്ല, നമ്മുടെ സാമ്പത്തിക സഹായം മാത്രം മതി അവർക്ക്. യേശു പോലും ഇങ്ങനത്തെ ആളുകൾക്ക് പലതരം അതിരുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പലരിൽ നിന്നും യേശു അകന്നുപോയി എന്നും പന്നികൾക്ക് നിങ്ങളുടെ മുത്ത് ഇട്ട് കൊടുക്കരുതെന്നും യേശു മുന്നറിയിപ്പ് തരുന്നുണ്ട്. മാത്രമല്ല, ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവർ തന്നെ ഉപയോഗിക്കാനായിട്ട് യേശു അനുവദിച്ചില്ല. യേശു പോലും ഈ കാര്യത്തിൽ അതിരുകൾ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാം എന്തിനാണ് അതിരുകൾ വയ്ക്കാൻ കഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് ബൈബിൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ ഒരിക്കലും സഹായിക്കാൻ പാടില്ലാത്ത 7 തരം ആളുകളെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. ആദ്യത്തേത്, മടിയന്മാർ. ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നതിനും ഒരു ജോലിയും ചെയ്യാൻ ആഗ്രഹിക്കാത്തവരെ ജോലിക്ക് വേണ്ടി പ്രാപ്തരാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, അലസത എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ല, അത് അവരെടുക്കുന്ന തീരുമാനമാണ്, അതൊരു ശീലമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചെയ്യില്ല എന്ന് സ്വയം തീരുമാനിക്കുന്ന ഒരു അഹങ്കാരമാണ്. സദൃശവാക്യം 10:4 ഇങ്ങനെ പറയുന്നു, മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. ഒരു മനുഷ്യൻ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ, അവന് കിട്ടുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ നിരന്തരം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, അയാൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത് അതെന്തോ ശത്രുവിൻ്റെ ആക്രമണമല്ല, അത് സ്വന്തമായിട്ട് വരുത്തി വെച്ചതാണ്. ഈ വിഷയത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായ ഒരു കാര്യം തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതി. വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നേണ്ട ആവശ്യവും ഇല്ല എന്ന്. ഇത് ക്രൂരതയല്ല, ഇത് ദിവ്യ ഉത്തരവാദിത്വമാണ്. നാം എന്താണ് വിതയ്ക്കുന്നത് അത് കൊയ്യുന്ന രീതിയിലാണ് ദൈവം നമ്മുടെ മനുഷ്യ ജീവിതത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തി ഒന്നും വിതച്ചില്ല എങ്കിൽ ഒന്നും കൊയ്യാൻ ഉണ്ടാകത്തില്ല എന്ന് അവൻ പ്രതീക്ഷിക്കണം. പക്ഷേ നാം നമ്മുടെ താല്പര്യം കാരണം മടിയന്മാരെ സഹായിക്കാറുണ്ട്. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയാവോ? തിരുത്താൻ ആഗ്രഹിക്കുന്ന ദൈവിക വ്യവസ്ഥയെ നാം തകർക്കുന്നു എന്നതാണ്. മടിയന്മാർക്കുണ്ടാകുന്ന പ്രതിഫലത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്ന ഒരു ഉപമ യേശു തന്നെ പറയുന്നുണ്ട്. മത്തായി 25:24-30 വരെയുള്ള വാക്യങ്ങളിൽ ഒരു താലന്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ദാസനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു താലന്ത് ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നതിന് പകരം അത് അവൻ കുഴിച്ചിട്ടു. യജമാനൻ തിരിച്ചു വന്നപ്പോൾ യജമാനൻ ആ ദാസനുണ്ടായിരുന്ന ഭയത്തിനോ അവൻ പറഞ്ഞ ഒഴിവ് കഴിവുകൾക്കോ അല്ല അവന് പ്രതിഫലം കൊടുത്തത്. യജമാനൻ അവനെ ദുഷ്ടനും മടിയനുമായ ദാസ എന്ന് വിളിച്ചു. എന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കാശ് പോലും എടുത്തു കളഞ്ഞു. ഇതൊരു ബൈബിൾ മുന്നറിയിപ്പാണ്. മടിയന്മാർക്ക് അവസാനം അവർക്കുണ്ട് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നഷ്ടപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ മടിയന്മാരെ സഹായിച്ചിട്ടുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. രണ്ടാമത്തത്, നന്ദി കെട്ടവർ. നിങ്ങളുടെ ത്യാഗം, സ്നേഹം, സമ്പത്ത്, പരിശ്രമം, സമയം എല്ലാം സ്വീകരിച്ചവരുണ്ട്. എന്നാൽ ഇതൊക്കെ എനിക്ക് കിട്ടേണ്ട കാര്യം തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുമുണ്ട്. ഈ നന്ദികേടെന്ന് പറയുന്നത് ഒരു മോശം ശീലം മാത്രമല്ല, അത് ദുഷിച്ച ഹൃദയത്തിൻ്റെ അടയാളമാണ്. ബൈബിൾ അതിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ലൂക്കോസ് 17:17-18 ഇങ്ങനെ പറയുന്നു, യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. പക്ഷേ ഒരാൾ മാത്രമേ നന്ദി പറയാനായിട്ട് തിരിച്ചു വന്നുള്ളൂ. യേശു ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു എന്നത് നാം ഓർക്കുക. യേശു ചോദിച്ചു, 10 പേർ ശുദ്ധരായി തീർന്നല്ലോ, 9 പേർ എവിടെ എന്ന്. ഇത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിച്ചവർ തിരിച്ചു വന്നിട്ടുണ്ടോ? സഹായമൊക്കെ ലഭിച്ചിട്ടും ഒരിക്കൽ പോലും നന്ദി പറയാത്തവരുണ്ടോ? ഉയർത്താൻ കഴിയുന്ന സ്ഥലത്തൊക്കെ ഉയർത്തിയെങ്കിലും ഉയർത്തിയ നിങ്ങളുടെ കൈയെ അംഗീകരിക്കാത്തവരുണ്ടോ? ചിന്തിക്കുക. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നന്ദി എന്ന് പറയുന്നത് എളിമയുള്ള ദൈവികമായ ഒരു ഹൃദയത്തിന്റെ ലക്ഷണമാണ്. എന്നാൽ നന്ദികേട് സ്വാർത്ഥതയുടെ ലക്ഷണമാണ്. 2 തിമോത്തിയസ് 3:2 അന്ത്യകാലത്തെ ആളുകൾ ദിവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരുമായിരിക്കുമെന്ന് പൗലോസ് മുന്നറിയിപ്പ് തരുന്നുണ്ട്. നന്ദികേട് എന്നത് ദൈവമില്ലാത്ത ഒരു തലമുറയുടെ അടയാളമാണ്. നന്ദികെട്ട ഒരു വ്യക്തിയെ സഹായിക്കാമെന്ന് പറയുന്നത് ഒരു ഭയങ്കര ആഴമുള്ള കുഴിയിൽ വെള്ളം ഒഴിക്കുന്നത് പോലെയാണ്. നിങ്ങൾ എത്ര ഒഴിച്ചു എന്ന് പറഞ്ഞാലും അതിന് മതി വരില്ല. നിങ്ങൾ എത്ര ത്യാഗം ചെയ്തു എന്ന് പറഞ്ഞാലും അവർ അതിലും കൂടുതൽ ആഗ്രഹിക്കും. നിങ്ങൾ അവരെ എത്ര സഹായിച്ചു എന്ന് പറഞ്ഞാലും അവർ അതിനങ്ങനെ വിലമതിക്കത്തൊന്നുമില്ല. നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നോ അത്രയധികം അവർ പിന്നെയും പിന്നെയും ആവശ്യപ്പെടും. സദൃശവാക്യം 17:3 ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നെങ്കിൽ അവൻ്റെ ഭവനത്തെ തിന്മ വിട്ടു മാറുകയില്ല. ചില ആളുകൾക്ക് നന്ദി പറയത്തില്ല എന്ന് മാത്രമല്ല, അവർ സഹായിച്ചവർക്ക് നേരെ തിരിഞ്ഞ് അവരോട് തന്നെ മോശമായിട്ട് പെരുമാറും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. 3, അഹങ്കാരി, ഗർവമുള്ളവർ. ബൈബിൾ അഹങ്കാരത്തിനെതിരെ മുന്നറിയിപ്പ് തരുന്നുണ്ടെന്ന് മാത്രമല്ല, അതിനെ എതിർക്കുന്നുമുണ്ട്. അത് അപകടകരവും വിനാശകരവും വഞ്ചനയുള്ളതുമാണ്. സദൃശവാക്യങ്ങൾ 16:18 ഇങ്ങനെ പറയുന്നു: നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം എന്ന്. ചില ആളുകളുടെ അകത്ത് ഗർവം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ദൈവത്തിന് സ്ഥാനമില്ല. സ്വന്തം ജ്ഞാനം, സ്വന്തമായിട്ട് നേടിയ നേട്ടങ്ങൾ, അവർ ചെയ്യുന്ന സ്വന്തം രീതികളിൽ അവർ മുഴുകിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് ആരുടെയും ഉപദേശമോ തിരുത്തലോ ആവശ്യമില്ല. ഇങ്ങനെ മനോഭാവമുള്ള ഒരാൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നറിയാവോ? അവരെല്ലായ്പ്പോഴും വീഴും. വചനം ഇങ്ങനെ പറയുന്നു: ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. യാക്കോബ് 4:6 നിങ്ങൾ കാര്യങ്ങളെല്ലാം അഹങ്കാരത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ ദൈവം തന്നെ നിങ്ങളെ എതിർക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാഹചര്യത്തിനെതിരെയല്ല പോരാടുന്നത്, നിങ്ങൾ ആളുകൾക്കെതിരെ മാത്രമല്ല പോരാടുന്നത്, നിങ്ങൾ ദൈവത്തിനെതിരെയും കൂടിയാണ് പോരാടുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് ആ യുദ്ധത്തിൽ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിങ്ങനെ അഹങ്കാരികളെ സഹായിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. 4, ദുഷ്ടർ, പാപികൾ. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് എല്ലാവരും പറയുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതെ, അത് സത്യമാണ്. എന്നാൽ ദൈവസ്നേഹത്തെയും ദൈവിക അംഗീകാരത്തെയും കൂട്ടിക്കുഴയ്ക്കരുത്. ദൈവം ദുഷ്ടരെ അനുഗ്രഹിക്കുന്നില്ല, ദൈവം പാപത്തെ പിന്തുണയ്ക്കുന്നില്ല. ദൈവത്തോട് മത്സരിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നതുമില്ല. വിശ്വാസികളായ നാം ജ്ഞാനത്തോടെ നടക്കണം. സങ്കീർത്തനം 1:1 വ്യക്തമായി പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവൻ ഭാഗ്യവാനെന്ന്. ഇത് ശ്രദ്ധിച്ചേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ദുഷ്ടന്മാരിൽ നിന്ന് വേർപെടണം. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം. നാം എല്ലാവരും കൃപ ആവശ്യമുള്ള പാപികളാണ്. നമുക്ക് വീഴ്ച വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അനുദപിക്കുന്ന ഒരു പാപിയും അനുദപിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദുഷ്ടനും തമ്മിൽ വ്യത്യാസമുണ്ട്. പാപത്തിനെതിരെ പോരാടുന്നവനും പാപത്തെ വാരിപ്പുണരുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട്. പാപത്തെ പ്രതിരോധിക്കുന്നവനും പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട്. സദൃശവാക്യങ്ങൾ 6:16 വാക്യങ്ങളിൽ ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. 6 കാര്യം യഹോവയ്ക്ക് വെറുപ്പാകുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു: ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരുപാട് പേർ ഈ ലോകത്തിലുണ്ട്. അവർ ദൈവത്തിൻ്റെ വചനത്തെ പരിഹസിക്കുന്നുണ്ട്, അവർ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ നിരസിക്കുന്നുണ്ട്, അവർ തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദുഷിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളെ നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം വെറുതെ പാഴാക്കുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി പാപത്തിന് അടിമപ്പെട്ട ആളാണ് എങ്കിൽ നിങ്ങൾ സഹായിച്ചു എന്നും പറഞ്ഞ് അയാൾ മാറാൻ പോണില്ല. നിങ്ങൾ കാണിച്ച ദയ അവനെ മാറ്റുന്നില്ല. നിങ്ങളുടെ ത്യാഗം അവരെ മയപ്പെടുത്താനും പോണില്ല. കാരണം നിങ്ങൾ ദൈവമല്ല. അവരെ രക്ഷിക്കുക എന്നത് നിങ്ങളുടെ ജോലിയുമല്ല. നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് നിങ്ങളുടെ ജോലി. ചിലരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിക്കുന്നതുവരെ അവർ മാറില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. 5, വിഡ്ഢികൾ. ബുദ്ധിശക്തി ഇല്ലാത്തതല്ല ഈ വിഡ്ഢിത്തം എന്ന് പറയുന്നത്. ജ്ഞാനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവരാണ്. അവസരക്കുറവ് കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ആരും അവരെ സഹായിക്കാത്തത് കൊണ്ടല്ല അവർ ബുദ്ധിമുട്ടുന്നത്, അവർ ശ്രദ്ധിക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ടാണ് അവർ ബുദ്ധിമുട്ടുന്നത്. ബൈബിളിൽ വിഡ്ഢികളെക്കുറിച്ച് ഒരുപാട് മുന്നറിയിപ്പ് തരുന്നുണ്ട്. സദൃശവാക്യം 13:20 ഇങ്ങനെ പറയുന്നു: ജ്ഞാനികളോട് കൂടെ നടക്കുക, നീയും ജ്ഞാനിയാകും. ദോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. വിഡ്ഢികളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്നുപെടും, സംശയമില്ല. ഈ വിഡ്ഢി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ജ്ഞാനം കേട്ടിട്ടും
അത് നിരസിക്കുന്നവരാണ്. അതിൽ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് സകലതും തള്ളിക്കളയുന്നവരാണ് ഈ വിഡ്ഢികളെന്ന് പറയുന്നത്. ചെയ്ത തെറ്റുകൾ തന്നെ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നവരാണ് ഈ വിഡ്ഢികൾ. സദൃശവാക്യം 26-11 വാക്യം ഒരു വ്യക്തമായ ഉദാഹരണം തരുന്നുണ്ട്. നായ് ഛർദ്ദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂഢൻ തൻ്റെ ഭോഷത്വം ആവർത്തിക്കുന്നതും ഒരേപോലെ. അതൊന്ന് ചിന്തിച്ചേ. നായ കിട്ടുന്നതെല്ലാം കഴിക്കും. ആ ഭക്ഷണത്തിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഛർദ്ദിക്കും. എന്നിട്ട് ആ ഛർദ്ദിച്ചത് തന്നെ തിരിഞ്ഞു നോക്കി വീണ്ടും അത് തിന്നും. ഇങ്ങനെ തന്നെയാണ് ഒരു വിഡ്ഢിയും ചെയ്യുന്നത്. അവനെടുത്ത മോശം തീരുമാനങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും. പക്ഷേ ആ സെയിം തീരുമാനം തന്നെ പിന്നെയും എടുക്കും. അവർക്ക് ആരെങ്കിലും നല്ല ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടാകും. പക്ഷേ അവർ അത് അവഗണിക്കാറാണ് പതിവ്. ഇതിനകത്തുള്ള സത്യമായ ഒരു കാര്യം എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് ഒരു വിഡ്ഢിയെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 14-7 വാക്യം ഇങ്ങനെ പറയുന്നത്: മൂഢൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോവുക, ജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല എന്ന്. നിങ്ങളിൽ നിന്ന് അവർ പഠിക്കുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കുക. അവരുടെ ജീവിതം തന്നെ അവരെ പഠിപ്പിക്കട്ടെ. എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്കൊരു വിഡ്ഢിയെ രക്ഷിക്കാൻ പറ്റില്ല. ദൈവത്തിന് മാത്രമേ അവരെ താഴ്ത്താൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള വിഡ്ഢികളെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? അതിന് പ്രതിഫലമായിട്ട് എന്താണ് കിട്ടിയത്? താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. മറ്റുള്ളവരും അത് വായിച്ച് അറിയട്ടെ. 6-മത്തത്, സത്യസന്ധതയില്ലാത്തവർ, കൃത്രിമം കാണിക്കുന്നവർ. ഉദ്ദേശങ്ങൾ നല്ലതല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും സഹായിക്കാൻ പാടില്ലാത്ത ചില ആളുകളുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടും എന്നുള്ള രീതിയിലല്ല അവർ നിങ്ങളുടെ അടുത്ത് വരുന്നത്. അവർ നിങ്ങളെ ഒരവസരമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വളരെ മൃദുലമായ ഒരു ഹൃദയമാണ് ഉള്ളത് എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും വരുന്നത്. ചോദ്യമൊന്നും ചോദിക്കാതെ തന്നെ നിങ്ങൾ അവരെ സഹായിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് തന്നെ പിന്നെയും പിന്നെയും വരുന്നത്. ഒരു കാര്യം പറയാം, സത്യസന്ധതയില്ലാത്തവരും കൃത്രിമം കാണിക്കുന്നവരെയും കുറിച്ച് ബൈബിൾ വ്യക്തമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 12-22 വാക്യം ഇങ്ങനെ പറയുന്നു: വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. ദൈവം സത്യസന്ധതയില്ലായ്മയെ വെറുക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വഞ്ചന എന്ന് പറയുന്നത് വെറും നുണയല്ല, അത് ശത്രുവിൻ്റെ ഒരു ഉപകരണമാണ്. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്ന് 2 കൊരിന്ത്യർ 11-14 വാക്യം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. കൃത്രിമം കാണിക്കുന്ന ഒരാൾ, അവർക്ക് വേണ്ടത് നേടിയെടുക്കാൻ വേണ്ടി അവർ നിങ്ങളുടെ വികാരങ്ങളുമായി കളിക്കും. അയ്യോ, ഇവർക്കൊന്നും ചെയ്തില്ലെങ്കിൽ ശരിയല്ല എന്ന കുറ്റബോധം നിങ്ങൾക്ക് തോന്നിപ്പിക്കും. അവർ മുഖസ്തുതി പറയും. അയ്യോ, ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അവർ അഭിനയിക്കും. എന്നാൽ ശ്രദ്ധിക്കുക, വഞ്ചിക്കപ്പെടരുത്. സദൃശവാക്യം 26-24 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു: പകയ്ക്കുന്നവൻ അധരം കൊണ്ട് വേഷം ധരിക്കുന്നു, ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വയ്ക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളോട് പറയുന്ന ആളുകളുണ്ട്. എന്തിനാണ്? അവർക്ക് വേണ്ടത് നേടിയെടുക്കാൻ വേണ്ടി മാത്രം. നിങ്ങളിൽ ചിലർ ഈ കെണിയിൽ വീണിട്ടുണ്ടാകാം. സത്യസന്ധർ അല്ലെന്ന് തെളിയിച്ച ആളുകളെ നിങ്ങൾ ഒരുപക്ഷെ സഹായിക്കുന്നുണ്ടായിരിക്കാം. അവർ എപ്പോഴൊക്കെ പിടിക്കപ്പെടുമോ ആ സമയത്തൊക്കെ പല പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പിന്നെയും അടുത്തൊരു കഥയായിട്ട് വരും. ഒരു കാര്യം പറയാം, നിങ്ങളുടെ സഹായം കിട്ടാൻ വേണ്ടി ആരെങ്കിലും നിങ്ങളോട് കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ സഹായം അർഹിക്കുന്നില്ല. നിങ്ങളോട് സത്യസന്ധത പുലർത്താത്ത ആളുകളെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. 7-മത്തത്, അനുദപിക്കാത്തവർ. പാപത്തോട് മല്ലിടുന്നവനും അനുദപിക്കാത്തവനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നവനും പാപത്തിൽ തന്നെ കിടന്ന് അവിടുന്ന് എഴുന്നേൽക്കാൻ മനസ്സില്ലാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. അനുദപിക്കാത്തവരെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായി എബ്രായർ 10-26 വാക്യത്തിൽ പറയുന്നു: സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും അവശേഷിച്ചിട്ടില്ല. ഇത് ഗൗരവമേറിയ ഒരു വാക്കാണ്. പാപത്തിൽ വീഴുക എന്നതൊരു കാര്യമാണ്. എന്നാൽ സത്യം കേട്ടറിഞ്ഞതിന് ശേഷം മനഃപൂർവ്വം അതിൽ തന്നെ തുടരുന്നത് പൂർണ്ണമായും മറ്റൊരു കാര്യമാണ്. അനുദപിക്കാത്തത് ശരിക്കും പറഞ്ഞാൽ അത് ദൈവത്തോടുള്ള ഒരു മത്സരമാണ്. ദൈവം പറയാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ എനിക്കത് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ ഭാവമാണ് അനുദപിക്കാത്ത ഹൃദയം. അനുദപിക്കാത്ത ഒരാളെ നാം സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങളവരെ സഹായിക്കുകയല്ല ശരിക്കും ചെയ്യുന്നത്, നിങ്ങളവരെ പിന്നെയും മത്സരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നിങ്ങളിൽ ചിലർ സഹായിക്കുന്നുണ്ട്. ദൈവം തിരുത്താൻ ശ്രമിക്കുന്ന ആളുകളെ നിങ്ങൾ രക്ഷിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഈ പ്രക്രിയയിൽ നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങളും ദൈവത്തിനെതിരെ പോരാടുന്നത് പോലെയാകും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഉപദേശിക്കാം, ജ്ഞാനം പറഞ്ഞു കൊടുക്കാം, സ്നേഹിക്കാം, എല്ലാം അവർക്ക് കൊടുക്കാം. എന്നാൽ അവർ പാപത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം പാഴാകാനേ സാധ്യതയുള്ളൂ. വിടുവിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ചില ആളുകളുണ്ട്. പാപം ചെയ്താൽ മാത്രമേ അവർക്ക് ആശ്വാസം ഉണ്ടാകത്തുള്ളൂ. നന്നാകണമെന്ന് അവർക്ക് തന്നെ ഒരു ആഗ്രഹം ഉണ്ടാകത്തില്ല. ലൂക്കോസ് 15-11-32 വരെയുള്ള വാക്യങ്ങൾ ഇതിന് ശക്തമായൊരു ഉദാഹരണം നൽകുന്നുണ്ട്.
മുടിയനായ പുത്രന്റെ ഉപമയിൽ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് അപ്പൻ പുറകെ ഓടിയില്ല. അവന്റെ അവകാശം പാഴാക്കിയ സമയത്ത് അപ്പൻ അവനെ രക്ഷിച്ചില്ല. അപ്പൻ അവനെ സ്വതന്ത്രമായിട്ട് വിട്ടയച്ചു. മകൻ പട്ടിണി കിടന്ന് പന്നിയുടെ ഭക്ഷണം കഴിച്ചപ്പോഴാണ് അവന് ബോധം വന്നത്. ചിലർ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തുന്നത് വരെ ഒരിക്കലും മാറില്ല. ചില ആളുകൾ എല്ലാം തകർന്നു പോകുന്നത് വരെ ഒരിക്കലും അനുദപിക്കില്ല. ചിലർ എല്ലാം നഷ്ടപ്പെടുന്നത് വരെ ഒരിക്കലും കേൾക്കില്ല. അവർ പശ്ചാത്തപിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ രക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നു എന്നതാണ് സത്യം. ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ അടുത്ത് വിവേചന ബുദ്ധി ചോദിക്കുക. അപ്പനോട് ചോദിക്കുക, കർത്താവേ, ഞാൻ ശരിയായ ആളെ തന്നെയാണോ സഹായിക്കുന്നത്? ഞാൻ നല്ല നിലത്ത് തന്നെയാണോ വിത്തുകൾ ഇടുന്നത്? അതോ എൻ്റെ കയ്യിലുള്ള വിത്തുകളെ ഞാൻ പാഴാക്കുവാണോ എന്നൊക്കെ. കാരണം നിങ്ങൾ ശരിയായ ആളുകളെ സഹായിച്ചു കഴിഞ്ഞാൽ അവരുടെ വളർച്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ശരിയായ ആളുകളിലേക്ക് വിതച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരെ സഹായിച്ചു കഴിഞ്ഞാൽ ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ജ്ഞാനികളായിരിക്കുക, വിവേചനമുള്ളവരായിരിക്കുക. ഉപദേശം കേൾക്കാൻ വിസമ്മതിക്കുന്നവരെ ദൈവം ശരിയാക്കിക്കോളും. നിങ്ങൾ തല പോയിക്കേണ്ട കാര്യമില്ല. ഇതാണ് ജ്ഞാനം, ഇതാണ് ദൈവവചനം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.